മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ലൂസിഫർ തിയേറ്ററിലേക്ക് എത്താൻ 7 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മോഹൻലാലിന്റെ വിവരണത്തോടെയാണ് ട്രെയിലർ തയ്യാറാക്കിയിരിക്കുന്നത്. ചിത്രത്തിന്റെ മൂഡ് വ്യക്തമാക്കുന്നതാണ് മോഹൻലാലിന്റെ വിവരണം. ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം ട്രെയിലറിൽ അവതരിക്കുന്നുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ മരണവും തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുമാണ് ചിത്രത്തിന്റെ കഥയെന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത്. ആക്ഷന് ഏറെ പ്രാധാന്യമുള്ള ചിത്രമായിരിക്കും ലൂസിഫർ എന്ന് ഉറപ്പായി. ആരാധകരുടെ ആവേശം വാനോളം ഉയർത്താൻ വേണ്ടതെല്ലാം ട്രെയിലറിൽ ഉണ്ട്. നേരത്തെ മുരളി ഗോപിയും പൃഥ്വിരാജും സൂചിപ്പിച്ചതുപോലെ ലാലേട്ടന്റെ യഥാർത്ഥ ഫാൻസുകൾക്കുള്ള ചിത്രമായിരിക്കും ലൂസിഫർ എന്നാണ്. ആ യഥാർത്ഥ ഫാൻസിന് വേണ്ട നിമിഷങ്ങളൊക്കെ ട്രെയിലറിലും മിന്നി മറഞ്ഞുപോയി. ഏറ്റവും ആകർഷകമായത് ട്രെയിലറിന്റെ എഡിറ്റിംഗ് ആയിരുന്നു. കട്ട്സുകളൊക്കെ അതിഷാർപ്പായിരുന്നു. കാരണം ഇത് നമുക്ക് പരിചയമുള്ള എഡിറ്റർ തന്നെ ഡോൺ മാക്സ് കുറച്ചു നാളുകൾക്ക് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്നതും ഡോൺ മാക്സ് തന്നെ. ഒരു വേറിട്ട അനുഭവം തന്നെയാണ് ലൂസിഫർ തന്നതും. കൂടെ ഒരു റെക്കോർഡും സൃഷ്ടിച്ചു. ട്രെയിലർ പ്രീമിയർ രീതിയിലാണ് യൂട്യൂബിൽ അവതരിച്ചത്. അക്ഷമയോടെ കാണാനിരുന്ന കാണികളുടെ ആകാംക്ഷ മെസ്സേജുകളായി കാണാമായിരുന്നു ലൂസിഫർ ട്രെയിലറിന് താഴെ. ട്രെയിലർ ഇറങ്ങി 5 മിനിറ്റിനുള്ളിൽ 1 ലക്ഷത്തിന് മുകളിൽ കാണികൾ കണ്ടു എന്നതാണ് ഞെട്ടിച്ചത്. ഇങ്ങനെ വരണമെങ്കിൽ 1 ലക്ഷത്തിനടുത്ത് ആൾക്കാർ ഓൺലൈനിൽ തന്നെ ലൂസിഫർ കാണാൻ വേണ്ടി വീഡിയോയും ഓപ്പണാക്കി ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര തിരക്ക് ലൂസിഫറിന് അനുഭവപ്പെട്ടതും. ലൂസിഫർ വീഡിയോ കാണാനിരുന്ന പലരുടെയും ഇടയ്ക്ക് വെച്ച് കട്ടാകുക വരെ ചെയ്തു. നെറ്റ്വർക്ക് വരെ ഹാങ് ആയി എന്ന് തന്നെ പറയാം. ലൂസിഫർ കാണാൻ വേണ്ടി അത്രയ്ക്ക് തിക്കും തിരക്കും തന്നെയായിരുന്നു ഇന്റർനെറ്റിലും. അത്ര ആകാംക്ഷയാണ് ലൂസിഫർ എന്ന ചിത്രം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. 26 നാളുകളായി റിലീസ് ചെയ്യപ്പെട്ട ലൂസിഫർ ക്യാരക്ടർ പോസ്റ്ററുകൾ നൽകിയ ഉദ്യോഗവും ആവേശവും വർദ്ധിപ്പിക്കുകയാണ് പുതിയ ട്രെയിലറിലും. മുരളി ഗോപി തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാൽ കൂടാതെ വിവേക് ഒബ്രോയും മഞ്ജു വാര്യരും ടൊവിനോ തോമസും അടക്കം വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നു എന്നതും ലൂസിഫറിനെ കുറിച്ചുള്ള ആകാംക്ഷയും പ്രതീക്ഷകളും ഇരട്ടിപ്പിക്കുന്നതാണ്. ലൂസിഫറിലെ എല്ലാ ക്യാരക്ടറുകളും ലൂസിഫർ എന്ന ട്രെയിലറിൽ കാണിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. ആർക്കൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഉള്ളത് എന്ന് ട്രെയിലറിലൂടെ തന്നെ വ്യക്തവും. ട്രെയിലറിൽ മോഹൻലാൽ പറയുന്നത് പോലെ ഇത് തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് എന്നാണ്. അത് തന്നെയാണ് ഈ സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നതും. ആ തിന്മയിലെ ലൂസിഫറായി അവതരിക്കുകയാണ് മോഹൻലാൽ. അതെ, ഹിന്ദുക്കൾക്ക് അവൻ മഹീരാവണൻ, ഇസ്ലാമിന് അവന് ഇബ്ലീസ് എന്ന് പറയും, ക്രിസ്ത്യാനികൾക്കിടയിൽ അവന് ഒരേ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ.